ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ചിത്രകലാ ബാലപാഠത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മൾ വാട്ടർ കളറിലെ ചില സാധ്യതകൾ, ഒരുപാട് സാധ്യതകളുണ്ട് അല്ലേ. ആ സാധ്യതകളെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ചില ട്രിക്സുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ചില ട്രിക്കുകൾ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഏതൊരു കൊച്ചുകുട്ടിക്കും ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് എടുത്ത് വർക്ക് ചെയ്യുന്നത്. ഒറ്റ ഒബ്ജക്റ്റ്. വളരെ വേഗത്തിൽ തന്നെ ഈ വീഡിയോ നമുക്ക് തീർക്കാൻ കഴിയും. ഇത് നമ്മുടെ വെള്ളരിക്ക എന്ന് പറയുന്ന സാധനമല്ലേ, വെള്ളരിക്ക നമ്മൾ പച്ചക്കറിക്കകത്ത് ഉപയോഗിക്കുന്ന വെള്ളരിക്ക, നല്ല കളർഫുള്ളുള്ള ഒരു സാധനമാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ വെള്ളരിക്ക നമുക്ക് ഇപ്പോൾ കാണാം അല്ലേ, നിങ്ങളുടെ വശത്ത് കാണുന്ന ആ വെള്ളരിക്കയുടെ ചിത്രത്തിൽ വളരെയധികം ലൈറ്റും ഷെയ്ഡുകളും അതിനകത്തുണ്ട്. അതൊരു 3 ഡയമെൻഷൻ ഒബ്ജക്റ്റാണ്. എല്ലാ വശവും നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒബ്ജക്റ്റാണ് ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ ഒരു പരന്ന പ്രതലത്തിലേക്ക്, പേപ്പറിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിൽ വരുന്ന ലൈറ്റ് ആൻഡ് ഷെയ്ഡുകൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. യഥാർത്ഥത്തിൽ നോക്കാമെങ്കിൽ ഇതിനകത്തിലെ ആ മഞ്ഞ കളറുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ആ മഞ്ഞ കളറിൻ്റെ മുകളിലൂടെ ഒരു ഗ്രീനിഷ് കളറിലുള്ള ഡിസൈനാണ് അതിൽ മൊത്തം. പുള്ളികൾ അല്ലേ, പുള്ളികൾ ഉണ്ട്. നമ്മൾ ആ പുള്ളികളെ മൊത്തം ഒന്ന് മാറ്റി വെച്ചേ, അതിലുള്ള ചിത്രപ്പണി പോലെ ഇരിക്കുന്ന പുള്ളികളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ആ മഞ്ഞ എന്ന് പറയുന്ന കളറിനെ മാത്രം ഒന്നെടുത്താൽ ഒറ്റ കളറിലുള്ള ഒരു വസ്തുവിൻ്റെ സ്വഭാവത്തിൽ നമുക്കതിനെ കാണാൻ കഴിയും. ആ ഒറ്റ കളറിലുള്ള സ്വഭാവം, അതിൽ വീണിരിക്കുന്ന ലൈറ്റ് ആൻഡ് ഷെയ്ഡുകൾ, ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന അതാണ്. അപ്പോൾ അതിൻ്റെ ബേസ് കളറായിട്ട് നമുക്കതിന് ഗാംബോജ് കളർ, ക്രോം യെല്ലോ ഉപയോഗിക്കാം. അതിനോടൊപ്പം തന്നെ അതിന് അല്പം ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു യെല്ലോ ഓക്കർ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഈ പോർഷനിൽ ഇവിടെ ഷെയ്ഡ് വീണിട്ടുണ്ട്. ഈ സൈഡുകളിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് നിൽക്കുന്ന പോർഷൻ ഇവിടെയാണ്. ആ ലൈറ്റുള്ള പോർഷൻ അവിടെ നിർത്തിക്കൊണ്ട് അവിടെ ലൈറ്റായിട്ട് മഞ്ഞ വാഷ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളിടത്ത് ആ യെല്ലോ കളർ നമ്മൾ മൊത്തത്തിൽ അങ്ങ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അത് മൊത്തത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ ലൈറ്റും ഷെയ്ഡും അതിൽ നമ്മളൊന്ന് നോക്കിക്കൊണ്ട് നമ്മളൊന്ന് വാഷ് ചെയ്യുന്നു. ഇതിപ്പോൾ കണ്ടോ, ഇതെല്ലാം ഇതിനകത്തേക്ക് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കളറ് എല്ലായിടത്തേക്കും ഇറങ്ങി വരും. എന്താ അതിൻ്റെ കാരണം ഞാൻ ഈ പേപ്പറൊന്ന് നനച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയാണ് ഒരു ലൈറ്റ് പോർഷൻ വരുന്നത്, ഈ ഈ റൗണ്ട് കിടക്കുന്ന ഈ പോർഷനിൽ. യഥാർത്ഥത്തിൽ അവിടെ വെള്ള ഒരു ലൈനിൽ മാത്രമായിട്ട് അങ്ങനെ വൃത്താകൃതിയിലാണോ നിൽക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം അതിൻ്റെ ഔട്ടർ പോലും കാണാൻ പറ്റാത്തതുപോലെയുള്ള ഒരു ലൈറ്റാണ് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത്. എന്നിട്ട് ഈ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് യെല്ലോ ഓക്കർ ഇച്ചിരി കൂടുതലായിട്ട് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നു. അത് കളർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വാട്ടർ കളറിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഇത് ഉണങ്ങുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ കളറിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഉണങ്ങുന്ന ഇതിൻ്റെ ഡ്രൈവ് എങ്ങനെയാണോ, ഇതിലെ ജലാംശം എങ്ങനെയാണോ കുറഞ്ഞിരിക്കുന്നത്, ആ കുറയുന്നതിനനുസരിച്ചായിരിക്കും നമ്മളതിനെ കളർ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നല്ലപോലെ നനഞ്ഞിരിക്കുന്ന പോർഷനിലേക്ക് നമ്മൾ കളർ അപ്ലൈ ചെയ്താൽ അവിടെ വളരെ പെട്ടെന്ന് തന്നെ അത് ആ പ്രദേശത്ത് വ്യാപിക്കും അല്ലേ, പെട്ടെന്നങ്ങ് സ്പ്രെഡാകും. അങ്ങനെ സ്പ്രെഡായി നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ഒരുപാട് സ്പ്രെഡ് ആകാതെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് ഒട്ടും സ്പ്രെഡാകാൻ പാടില്ല. നമ്മൾ എവിടെ കളർ വെക്കുന്നോ അവിടെ മാത്രമേ അത് ഇരിക്കാവൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ, ഹൈലൈറ്റ് അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ചുറ്റിനും ഉള്ള മഞ്ഞ കളറ് ഞാൻ കുറച്ചിങ്ങ് തിരിച്ചെടുക്കാൻ പോകും. അതിന് നമ്മൾ പറയുന്നത് എന്താണ്, ലിഫ്റ്റ് ചെയ്യാൻ പറയും അല്ലേ. അതിന് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒരു ശകലം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടി ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാമെങ്കിൽ ആ സൈഡിലുള്ള അധികമായി അവിടെ ചെന്നിട്ടുള്ള കളറ് നമുക്കിനി തിരിച്ചെടുക്കാൻ പറ്റും.
ഓക്കെ, ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ടോണിലേക്ക് വന്നു. എല്ലായിടത്തും ഒരേ മഞ്ഞയല്ല, ക്രോമില്ലയുണ്ട്, യെല്ലോ ഓക്കറുണ്ട്. യെല്ലോ ഓക്കറിൻ്റെ ഇച്ചിരി ഹാർഡായിട്ടുള്ള ഇച്ചിരി കട്ടിക്ക് കളർ പോർഷനിൽ കിടപ്പുണ്ട്. എന്നാൽ ഒന്നുകൂടെ നോക്കാമെങ്കിൽ ഈ ഒരു പോർഷനിൽ ഒരു ശകലം ഓറഞ്ചിൻ്റെ ഒരു ടോൺ അല്ലേ, ഒരു റെഡിഷ് കളർ കൂടി ഈ എൻഡ് സൈഡിലും ഈ കൂടുതൽ ഷെയ്ഡുള്ള പോർഷനിലും വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഇവിടെ ഒരു ഞെടുപ്പ് പോലെയുള്ള പോർഷനിലേക്ക് ഞാൻ കളറിനെ മുട്ടിച്ചിട്ട് പോലും ഇല്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ ചുറ്റിനും ആ കളറ് ഒരു ശകലം ഒന്ന് വയ്ക്കുന്നു, ഇങ്ങോട്ട് ആ ഒരു റെഡിഷ് കളർ ഇങ്ങോട്ട് വരുന്നു. ഈ സമയത്ത് നമ്മുടെ ബ്രഷിൽ ഒരുപാട് കളറുകളും കൂടുതൽ വെള്ളവും ഉണ്ടാകരുത്. ഒരുപാട് കളറും കൂടുതൽ വെള്ളം ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നത്? അത് കൂടുതൽ അവിടെ ചെല്ലുകയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തടത്തേക്ക് അതങ്ങ് സ്പ്രെഡാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ചെടുക്കുക, നല്ലപോലെ ബ്രഷ് കഴുകിയെടുക്കുക. ഒരുപക്ഷെ കളർ കൂടുതലുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മുട്ടിച്ചതിന് ശേഷം നമ്മളത് ഇങ്ങോട്ട് നിൽക്കാമെങ്കിൽ ആ അപ്പുറത്തോട്ടുള്ള കളറും കൂടി ഇങ്ങോട്ട് നമുക്ക് ഇനി മാറ്റിയെടുക്കാനും കഴിയും. അങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഇതിലുള്ള കളറിൻ്റെ ബ്രഷിലുള്ള കളറിൻ്റെ അളവ് കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഈ വർക്കിലേക്ക് കടക്കാൻ. ഇങ്ങനെ നമ്മളൊരു കളർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അതിന് ഇച്ചിരി കൂടെ ടോണൊക്കെ നമ്മൾ ജസ്റ്റ് കൊടുത്തു. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡയമെൻഷൻ ഫീലിലേക്ക് നമുക്കതിനെ കൊണ്ടുവരാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡുകൾ മാത്രമാണ് ഇപ്പോൾ ഇത് വയ്ക്കുന്നത്. ഒരു ഒരിളിമയുടെ ലക്ഷണം ഇതിനുണ്ടാകുന്നുണ്ട്. കാരണം എന്താണ്? ഇവിടെ ഷെയ്ഡ് വരുന്നുണ്ട്, ഇവിടെ ലൈറ്റ് വരുന്നുണ്ട് അല്ലേ. ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി, ഒന്ന് ഉണങ്ങാൻ വേണ്ടി നമ്മൾ ഒരു ശകലം സമയം ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. ഉണങ്ങുന്നതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഉണക്കുന്നതിന് നമുക്ക് ഹീറ്ററൊക്കെ വെച്ച് ഉണക്കുകയൊക്കെ ചെയ്യാം. തൽക്കാലം അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ ആ ഓറഞ്ചിൻ്റെ അവിടെ ഈ ലൈറ്റിൻ്റെ ഈ കിടക്കുന്ന ഷെയ്ഡ് പോർഷനിൽ ഒരു ശകലം ബേൺസിനായുടെ ഒരു ടോൺ കൂടി ഞാനതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഷെയ്ഡിൻ്റെ ഒരു മാക്സിമം ഷെയ്ഡിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ കളർ എടുക്കുന്നത് വെള്ളം വളരെ കുറച്ചാണ്. കളറിൻ്റെ തിക്നെസ് കൂട്ടിക്കൊണ്ട്, കളറിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് തൊട്ട് നോക്കി. എനിക്കിപ്പോൾ ഇതിനകത്ത് വലുതായിട്ട് കുഴപ്പമില്ലാന്ന് തോന്നി. അതിൻ്റെ ഒരു ശകലം ടോൺ ഇവിടേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ആ ഹൈ ഷെയ്ഡ് വരുന്ന ആ പോർഷനിലേക്ക് ജസ്റ്റ് ഒന്ന് മുട്ടിച്ചു കൊടുത്താൽ മതി. വാഷിങ് എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? ആ പോർഷനിലൊക്കെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ആവശ്യമായ സ്ഥലത്ത് മാത്രമായി അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് വരികയും ചെയ്യും. എന്നാൽ ഇങ്ങോട്ട് നോക്കിയാൽ ഇപ്പോൾ കൂടുതൽ കളറുള്ളിടത്തേക്ക് നമ്മൾ ബ്രഷ് ഒന്ന് തുടച്ചിട്ടെടുക്കാമെങ്കിൽ അതിൽ നിന്നിങ്ങ് തിരിച്ചെടുക്കാൻ പറ്റും. നമുക്ക് പറയുന്ന പേര് ലിഫ്റ്റ് ചെയ്യുക, കളർ ലിഫ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയും. പലപ്പോഴും നമുക്കത് ആവശ്യമായി വരും. നമ്മൾ കളർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലയിടങ്ങളിൽ ആ കളറുകൾ കൂടി വരികയൊക്കെ ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ബ്രഷ് കൊണ്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ലിഫ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലപോലെ ലൈറ്റ് ഷെയ്ഡുകളും അതിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഇത് ജസ്റ്റ് അത് ഉണങ്ങുന്നിടം വരെ നമ്മൾ യഥാർത്ഥത്തിൽ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു അല്പസമയം കൂടെ കഴിഞ്ഞിട്ട് അതൊന്ന് ഉണങ്ങി വരുന്ന പരുവത്തിന്, നല്ലപോലെ ഉണങ്ങരുത്, ചെറുതായിട്ടൊന്ന് തോർന്നു വരുന്ന പരുവത്തിന് നമുക്കിതിൻ്റെ ബാക്കി കളർ അപ്ലൈ ചെയ്യാം. അതായിരിക്കും ഉചിതം എന്ന് കരുതി. ഇതിന് നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല, കുറച്ച് സമയമൊക്കെ എടുത്ത് വേണം ഇത് വർക്ക് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ കളറ് ആദ്യം ചെയ്തത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ആദ്യം കളറ് ചെയ്തതിന് ശേഷം ആ കളറ് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്തത്രയും കളറ് അതിലുണ്ടാകത്തില്ല, കുറച്ച് ബ്രൈറ്റ്നെസ് കുറഞ്ഞ് നിൽക്കും. കളർ ഉണങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇച്ചിരി കളറ് അതിനകത്ത് കുറഞ്ഞ് നിൽക്കാറുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ലൈറ്റും ഷെയ്ഡും ഉണ്ട് അല്ലേ, നല്ല ലൈറ്റുണ്ട്. ഇവിടെ നല്ല ഹൈലൈറ്റാണ്, ഇങ്ങോട്ട് വരുമ്പോൾ അത് നല്ല ഷെയ്ഡിലേക്ക് വരുന്നു. ഇവിടെ കുറച്ച് ഹാഫ് ടോണുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഹാഫ് ടോണുകൾ, ഹൈലൈറ്റുകൾ, ഷെയ്ഡുകൾ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം വീണ്ടും ഇതിൽ
അടുത്ത കളർ വയ്ക്കാൻ. അതിന് ഏറ്റവും നല്ലത് ഈ വെച്ചിരിക്കുന്ന കളറുകൾക്കകത്ത് തന്നെ അല്പം സാപ്പ് ഗ്രീൻ ആ ഗ്രീന് ഒരു ശകലം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ശകലം പ്രഷ്യൻ ബ്ലൂവിൻ്റെ ലൈറ്റ് ടോൺ ചേർത്ത് കൊടുത്താൽ ആ ഒരു കളറിലേക്ക് ചെല്ലും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തന്നെ ലൈറ്റായിട്ടുള്ള പോർഷനിൽ ആദ്യം ലൈറ്റ് കളർ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നു, പിന്നീട് അതിന് ഷെയ്ഡ് കളർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതേ കാണുന്ന അതേ ലൈറ്റും ഷെയ്ഡുകളും രണ്ടാമത് വെക്കുന്ന കളറിലും ആ ലൈറ്റും ഷെയ്ഡുകൾ തന്നെ ഉണ്ടാകുമ്പോഴാണ് അതിന് കുറച്ചും കൂടി ഒരു നല്ല രസകരമായി ആ വർക്ക് മാറുന്നത്. ഇപ്പോൾ യെല്ലോ ഓക്കറിൻ്റെ തന്നെ ഒരു ടോൺ, ഇതിനകത്ത് ആ ഗ്രീനിഷ് ഉണ്ട് അല്ലേ, നമുക്കതിനകത്ത് കൂടെ കാണാം എവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ പുള്ളി പോലെ പാടുകൾ കിടക്കുന്നത്. അത് നമ്മളൊന്ന് വാഷ് ചെയ്ത് ചെറുതായിട്ട് അതിന് മുകളിലൂടെ ഉരച്ച് കളർ കൊടുത്ത് വിടുകയാണ്. ഇതിൽ തന്നെ അപ്പോൾ നല്ല ലൈറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ, ലൈറ്റ് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ജലം കൂടുതലെടുത്തിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടി എടുത്തിട്ട് ഇവിടെ ഒന്ന് ലയിപ്പിച്ച് കൊടുക്കാമെങ്കിൽ അത് ലൈറ്റ് ടോണിലേക്ക് അങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ അപ്പുറത്ത് ആദ്യം കിടന്ന ലൈറ്റ് ടോണിൻ്റെ അതേ ഫീല് നമുക്ക് ഈ ബാക്കിയുള്ള കളർ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഈ ഗ്രീനകത്ത് തന്നെ ഈ പുള്ളി കിടക്കുന്നതിനകത്ത് തന്നെ ഒരുപാട് ലൈറ്റ് ഷെയ്ഡുകളും പുള്ളികളും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്നെ നോക്കാമെങ്കിൽ ഈ ഗ്രീനിഷിനേക്കാൾ ഇങ്ങോട്ട് മാറുമ്പോൾ കുറച്ച് യെല്ലോ ഓക്കറിൻ്റെയും ചെറിയൊരു ഓറഞ്ച് ടോണും കൂടി ചേർന്നാണ് അവിടേക്ക് അത് വരുന്നത്. അപ്പോൾ കണ്ടോ കളർ ചേഞ്ചായി. ഈ ഒരു ചേഞ്ചിങ് ആണ് യഥാർത്ഥത്തിൽ ആ ചിത്രത്തെ മനോഹരമാക്കുന്നത്. എല്ലായിടത്തും ഒരേ കളർ കൊണ്ടൊന്നും പേസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത്, മറിച്ച് കളറിനനുസരിച്ച് എവിടെയൊക്കെ കളറിൻ്റെ ടോണുകൾക്ക് കളറിൻ്റെ രീതികൾക്ക് വ്യത്യാസമുണ്ടോ ആ വ്യത്യാസം നമ്മൾ വരുത്തിയിട്ട് അതിനനുസരിച്ച് അതിനെ ലൈറ്റ് ഷെയ്ഡും ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇത് കുറച്ച് സമയമെടുത്ത് നമുക്കിത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ പാട്ടുമൊക്കെ കേട്ടുകൊണ്ടിരുന്ന് ഇത് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ കളറ് ഏകദേശം അതിൻ്റെ ഒരു ടോണിലേക്കൊക്കെ നമുക്ക് എത്തിക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി സൂക്ഷ്മമായി ഇരുന്ന് നമുക്ക് ചെയ്താൽ നല്ല രസകരമായി നമുക്ക് ഈ വർക്കിനെ മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ പോർഷനുകളും ഉണങ്ങിയിട്ടില്ല. കുറച്ചും കൂടി ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും അതിന് ഇവിടെയൊക്കെ ഷെയ്ഡുകൾ വെക്കണം. അവിടെയൊക്കെ ആ ഷെയ്ഡുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. നമ്മൾ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ താഴെ ഇരിക്കുന്നതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇത് തറയിൽ ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫോർഗ്രൗണ്ട് വേണം, ഒപ്പം ബാക്ക്ഗ്രൗണ്ടും വേണം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും അതിന് നമ്മൾ ഇത് ഉറച്ചിരിക്കുന്ന പോർഷനെ നമുക്ക് എന്താ വിളിക്കാം, ഫോർഗ്രൗണ്ട് എന്ന് വിളിക്കാം. ഇത് താഴെ ഇരിക്കുന്ന പോർഷനെ നമുക്ക് ഫോർഗ്രൗണ്ട് എന്ന് വിളിക്കാം. ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള പോർഷനെ, നേരെ ബാക്ക് സൈഡിൽ വരുന്ന പോർഷനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നും വിളിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു നല്ല ഷാഡോ അത്യാവശ്യമാണ്. അത് വന്നിരിക്കുന്ന പോർഷനിലേക്ക് ആ നിഴൽ
അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ നിഴലും ഇതെല്ലാം കൂടി വരച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് ഈ ചിത്രം നമുക്കിവിടെ പൂർത്തിയാക്കാൻ കഴിയും. ഇതിൻ്റെ ഷാഡോ വരയ്ക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കുക. ഇതിനോട് ചേർന്ന് വരുന്ന പോർഷനായിരിക്കും ഏറ്റവും കൂടുതൽ ഷെയ്ഡ് വരുന്നത്. ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഷാഡോ, നിഴൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ നിഴൽ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചേർത്ത് വരയ്ക്കുക. ഈ വസ്തുവിനോട് ചേർന്ന് വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കൂടുതൽ ഡാർക്കിലേക്കായിരിക്കും വരുന്നത്. ഒപ്പം ഇങ്ങോട്ട് വരുന്ന പോർഷൻ ദൂരോട്ട് പോകുമ്പോൾ ആ പോർഷൻ വളരെ ലൈറ്റായിട്ടും വരും. അപ്പോൾ നമുക്കത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോഡലൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി വ്യക്തമാവുകയും ചെയ്യും. പണ്ട് എവിടെയെങ്കിലും ഒരു ഇച്ചിരി കളർ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് നമുക്കിനി ലിഫ്റ്റ് ചെയ്തെടുക്കാം. നമ്മളത് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. നമുക്കിടയ്ക്ക് വേണമെങ്കിൽ വീണ്ടും കളർ ചെയ്യാമല്ലോ. അപ്പോൾ കൂടുതലായി എന്ന് നമുക്ക് തോന്നിയാൽ ഉടൻ തന്നെ ഇവിടുന്ന് ബ്രഷ് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ജസ്റ്റ് ഈ ടിഷ്യൂ പേപ്പറിലൊന്ന് തുടച്ചതിന് ശേഷം ഉണങ്ങുന്നതിന് മുൻപേ അതിനെ കുടിഞ്ഞെടുക്കാമെങ്കിൽ അതിന് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെ നമുക്കത് ലിഫ്റ്റ് ചെയ്തെടുക്കാം. ഒപ്പം തന്നെ ഇതിൻ്റെ ലൈറ്റും ഷെയ്ഡും വീണ്ടും നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഈ വാട്ടർ കളർ ചെയ്യുന്നതിന് ആദ്യം ലൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. ആ ലൈറ്റ് കളറ് കൊടുത്തിട്ട് അത് ഉണങ്ങുന്നതനുസരിച്ച് മാത്രമേ അതിൻ്റെ ഷെയ്ഡ് ചെയ്യാവൂ. ഷെയ്ഡാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ പിന്നീട് ആ പോർഷനിലേക്ക് നമുക്ക് ലൈറ്റ് കളർ കൊണ്ടുവന്ന് വയ്ക്കാൻ കഴിയാതെയും വരും. ഓക്കെ, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കളർ കൂടുതൽ പറ്റിപ്പോയാൽ പേടിക്കാനൊന്നുമില്ല. ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, ജസ്റ്റ് അതിലിട്ടൊന്ന് ടച്ച് ചെയ്യാമെങ്കിൽ അതിൽ ഈ ടിഷ്യൂ പേപ്പറിൽ ഇനി നമുക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം എന്താണെന്ന് മനസ്സിലായി കാണും. അതുപോലെ കൂടുതൽ വെള്ളം കൂടുതൽ നിൽക്കുക, കളർ കൂടുതൽ നിൽക്കുകയൊക്കെ ആണെങ്കിൽ ബ്രഷ് കൊണ്ടുകൂടി നമുക്കിനി ലിഫ്റ്റ് ചെയ്തെടുക്കാം. വെള്ളം ഈ ബ്രഷിൽ നിൽക്കരുത്, അതാണ് ആവശ്യം. അപ്പം ബ്രഷ് നല്ലപോലെ തുടച്ചതിന് ശേഷം നമുക്ക് ആ കളറിലേക്ക് കൊണ്ടു ചെല്ലാമെങ്കിൽ ആ കളറ് നമുക്കിനി ലിഫ്റ്റ് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇതിന് നമുക്കൊരു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഇരിക്കുന്ന പ്രതലമായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി വേണം. എപ്പോഴും ഒരു വസ്തുവിനായാലും മനുഷ്യർക്കായാലും എല്ലാവർക്കും ചുറ്റുപാടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ കഴിയത്തുള്ളൂ അല്ലേ. എല്ലാവർക്കും ഒരു ചുറ്റുപാടുകൾ ഉണ്ടാകും, വ്യത്യസ്തങ്ങളായ ഒരുപാട് ചുറ്റുപാടുകൾ. ആ ചുറ്റുപാടുകൾ കൂടി ഈ ചിത്രത്തിൽ വരുമ്പോഴാണ് അതിന് ഈ കാണുന്ന ഷാഡോയുടെ തൊട്ടുമുകളിലൂടെ നമുക്കൊരു ലൈൻ ഇങ്ങനെ ജസ്റ്റ് കൊടുക്കാം. അത് തന്നെ സെയിം അത് ഇവിടെയും ഇങ്ങോട്ട് അവതരിപ്പിക്കുക. ഇതിന് മുകൾ വശം നമുക്ക് എന്താക്കി ഉപയോഗിക്കാം, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ കളറിൻ്റെ ടോൺ അതൊരു വലിയ ഘടകമാണ്. ആ ടോണിനനുസരിച്ച് വേണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ഈ ഒബ്ജക്റ്റിൻ്റെയും ടോൺ ഒരേ ടോണായാൽ, ഒരേ കളറല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരേ ടോൺ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ചിത്രം അത്ര വൃത്തി ഉള്ളതായി മാറത്തില്ല, മനോഹരമാക്കാൻ പ്രയാസമായിരിക്കും. മറിച്ച് അതിൻ്റെ ടോൺ നമ്മൾ നോക്കിയിട്ട് ഒബ്ജക്റ്റ് ഷെയ്ഡ് കൂടുതലാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നല്ല ലൈറ്റിലായിരിക്കണം ചെയ്യേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് നല്ല ലൈറ്റിൽ ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന ജസ്റ്റ് ചെറിയ ഷെയ്ഡുകൾ കൂടി നമ്മളതിന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ നല്ല ലൈറ്റായിട്ടാണ് ഒബ്ജക്റ്റ് വരുന്നതെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും നല്ല ഡാർക്കിൽ നമ്മൾ വർക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ ഡാർക്ക് ലൈറ്റും ആ ഡിഫറൻസ് ശരിക്കും നമുക്ക് അനുഭവപ്പെടാമെങ്കിൽ ആ ഒബ്ജക്റ്റിന് കൂടുതൽ ജീവൻ പകരുന്നതായി നമുക്ക് അനുഭവപ്പെടും. പെട്ടെന്ന് നമുക്ക് ആ വർക്കിനെ നമുക്ക് തിരിച്ചെടുക്കാൻ കാണാനും കഴിയും. എന്ന് പറഞ്ഞാൽ ഇത് കളറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് നമ്മൾ ഈ ചിത്രത്തിനൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും വ്യത്യസ്തമായി നല്ലപോലെ അതിൻ്റെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ചെയ്യാൻ നമുക്ക് കഴിയണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളും അല്ലെങ്കിൽ അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം, വിമർശനങ്ങളൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ
പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.